ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ ചതികളെല്ലാം തന്നെ മനസ്സിലാക്കുകയാണ് കേട്ടോ. സുധീഷ് കള്ളം പറഞ്ഞ്, അതായത് ഇവർ ലവേഴ്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോലീസുകാരോട് പറഞ്ഞ് വിവാഹം കഴിപ്പിച്ചതാണെന്നും തന്നെ സ്നേഹിച്ച് സുധീഷ് ഇവിടെ കൊണ്ടുവന്നതാണെന്നും അല്ലാതെ തൻ്റെ ഉയർച്ചയെ മോഹിച്ചല്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നിധി മനസ്സിലാക്കാൻ കേട്ടോ. ഇതിനോടകം തന്നെ നിധിയുടെയും സുധീഷിൻ്റെയും ഡിവോഴ്സും കഴിഞ്ഞിട്ടുണ്ടായിരിക്കേ. എങ്കിലും നിധി സുധീഷിൻ്റെയൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക. അങ്ങനെ സുധീഷിനെ കുറിച്ചുള്ള ഈ കാര്യങ്ങളും ഒക്കെ തന്നെ അറിഞ്ഞ് നമ്മുടെ നിധിയാണെങ്കിൽ അങ്ങ് വല്ലാണ്ടാവുകയാണ് കേട്ടോ. നിധിയുടെ മനസ്സിൽ സുധീഷിനോടുള്ള വെറുപ്പ് വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ സുധീഷിനെ വിട്ടിട്ട് അവിടെ നിന്നും എല്ലാവരെയും വിട്ട് ആ വീട്ടിൽ നിന്നും ഇനി പടിയിറങ്ങിയേക്കാം, ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചു വരവില്ലാന്നും അതുപോലെ തന്നെ എല്ലാ ബന്ധം ഇവിടെ അവസാനിച്ചുകൊണ്ടാണ് നിധി ഇവിടെ നിന്നും പോകുന്നത്, ഇനി ഒരു പുതിയ ജീവിതത്തിലേക്കാണെന്നും ഒക്കെയുള്ള തീരുമാനങ്ങൾ നിധി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ സുഭാഷ് ചേട്ടനോടും ഹരീഷിനോടും എല്ലാവരോടും പറയുകയാണ്, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് സുധീഷിനോടും പറയുന്നുണ്ട്, താൻ ഇത്രയ്ക്ക് ഫ്രോഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല, താൻ ഇങ്ങനെ കള്ളത്തരം കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ എല്ലാം നഷ്ടപ്പെടുന്നത് താൻ മനസ്സിലാക്കിക്കോ. ഇത്രയും സഹോദരങ്ങൾ ഉണ്ടായിട്ട് ആർക്കുമില്ലാത്ത ഈ ഒരു സ്വഭാവം തനിക്ക് മാത്രം ഇത് എവിടുന്ന് കിട്ടി? തൻ്റെ ഏട്ടനെയും അനിയന്മാരെയും ഒക്കെ കണ്ടുപഠിക്കുക, അവരുടെ മനസ്സിൻ്റെ ശുദ്ധി കണ്ട് നിങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ സുധീഷിനെ ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഭാസ്കരനും വന്നിട്ട് പറയുന്നുണ്ട്, മോളേന്ന് വിളിക്കുമ്പോൾ ഇല്ല അച്ഛാ ഞാൻ പോവാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറയാണ്. ഉടനെ സുഭാഷ് ചേട്ടൻ വന്നിട്ട്, നിധി നീ പോകരുത്, നീ ഇവിടെ ഉള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം, നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാം ഇതൊരു വീടായിട്ട് തോന്നിയത്, അതുകൊണ്ട് നീ ഇവിടെ നിന്നും പോകരുത്, ഞങ്ങളെ ആരെയും ഉപേക്ഷിച്ച് നീ പോകരുത് എന്ന് പറയുമ്പോൾ സുഭാഷിനോട് നിധി പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടനെ ഞാൻ എൻ്റെ അച്ഛനേക്കാളേറെ എന്തിന് ഒരു ഏട്ടൻ എന്നുള്ള സ്ഥാനത്തിലപ്പുറം എന്തോ ഒരു വലിയൊരു സ്ഥാനമാണ് ഞാൻ സുഭാഷ് ചേട്ടനെ നൽകിയിരിക്കുന്നത്. സുഭാഷ് ചേട്ടനോടുള്ള സ്നേഹവും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര മാത്രമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അത്രമാത്രം വേദനിച്ചുകൊണ്ട് മാത്രമാണ്. സുഭാഷ് ചേട്ടൻ്റെ അനിയൻ കെട്ടിപ്പടുത്ത ആ ഒരു കള്ളങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയില്ല. സുഭാഷ് ചേട്ടൻ തന്നെ ചിന്തിച്ചു നോക്ക്, സുഭാഷ് ചേട്ടൻ്റെ ഒരു പെങ്ങൾ ഉണ്ടായിട്ട് ഇതുപോലൊക്കെ ആ പെങ്ങളെ ചതിച്ച് ഒരാൾ വിവാഹം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും സുഭാഷ് ചേട്ടനൊക്കെ വേദനിക്കുമോ ഇല്ലയോ? സുഭാഷ് ചേട്ടൻ്റെയൊക്കെ മനസ്സ് വേദനിക്കില്ലേ? സുഭാഷ് ചേട്ടൻ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇനി ആരും ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുഭാഷും പറയുന്നുണ്ട്, നിധി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല, എൻ്റെ അനിയൻ്റെ ബുദ്ധിമോശം അത്ര തന്നെ, ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ നികേഷും വന്നിട്ട് പറയുന്നുണ്ട്, നിധിയേട്ടത്തി പോകരുത്, ഞാൻ നിധിയേട്ടനെ അത്രമാത്രം മിസ് ചെയ്യും, പോയാലോ എനിക്ക് ഏട്ടത്തി മാത്രമല്ലായിരുന്നു, ഒരു അമ്മയിൽ നിന്ന് കിട്ടുന്ന സ്നേഹമായിരുന്നു എനിക്ക് ഏട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിധിയുടെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷെ നിധി അതൊന്നും വകവയ്ക്കാതെ നിധി പറഞ്ഞിട്ട്, നികേഷ് നീ എന്നോട് ഇനി ഒന്നും സംസാരിക്കരുത്, എനിക്കിനി ഒന്നും കേൾക്കാൻ ആവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പടിയിറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് ബാഗ് കൊണ്ടിട്ട് നികേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, നീ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ആക്കിത്താ ബാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നിറ കണ്ണുകളോടുകൂടി എല്ലാവരും നിധി യാത്രയാവുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ എല്ലാവരോടും യാത്ര ചോദിച്ച് അവിടെ നിന്നും ഇറങ്ങുകയാണ്. ഈ സമയത്ത് സുധീഷിനെ എല്ലാവരും വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. സുധീഷിനോട് ഹരീഷും സുഭാഷും ഒക്കെ തന്നെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ ഇപ്പോൾ, നിനക്ക് സമാധാനമായില്ലേ? നീ എന്തൊക്കെയായി കാട്ടിക്കൂട്ടിയിരുന്നത്? നിനക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്നാക്കിയപ്പോൾ നിനക്ക് ആ ഇഷ്ടം തുറന്നു പറഞ്ഞ് നിൻ്റെ സ്നേഹം മനസ്സിലാക്കി നീ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഓരോ കാര്യങ്ങളും നീ അവൾക്ക് വേണ്ടി അതുപോലെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനുശേഷം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അവൾ നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യില്ലേ? ഇതിപ്പോൾ നീ അവളുടെ മുൻപിൽ നല്ല വെള്ളം ചമയാൻ വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി അത്രമാത്രം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, കൊള്ളാം, എല്ലാവർക്കും വായിട്ടലയ്ക്കാൻ നല്ല മിടുക്കുക, എന്നെ പോലെ ഒരുത്തൻ, ഇതുപോലെ നമ്മുടെ ഒരു വീട്, ഇതുപോലെ നമ്മുടെ വീട്ടിലെ ആളുകൾ ഇതുപോലെ നാട്ടുകാരോട് തിരക്കിയാൽ അതുപോലെ, അങ്ങനെ നമുക്ക് എല്ലാം എതിരായി നിൽക്കുന്ന എന്നെ അത്രയും വലിയ വീട്ടിലെ പെൺകൊച്ച് വിവാഹം കഴിക്കാൻ സമ്മതിക്കുമോ? എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ എടുത്ത് വരുമോ? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞാലേ അവൾ എൻ്റെ കൂടെ വരികയുള്ളൂ. സുഭാഷ് ചേട്ടൻ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, പോലീസുകാർ തെറ്റിദ്ധരിച്ചതാ, ഞങ്ങൾ പ്രേമിച്ചവരാണെന്ന്, അപ്പോൾ ഞാനും അത് ഏറ്റെടുത്തു, അത്ര തന്നെ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റെടുത്തു പോലെ ഒരു ഉളുപ്പില്ലാതെ പറയുന്ന കേട്ടു നോക്കിയതേ, ആ പെൺകുട്ടി പോയത് കണ്ടോ, പാവം എത്രമാത്രം സ്വപ്നങ്ങളോടുകൂടിയാണ് അവൾ ഇവിടേക്ക് വന്നത്, എല്ലാം നീ തകർത്തെറിഞ്ഞില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ മനസ്സെന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തത്, എന്നെ മാത്രം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ ചെയ്തു കൂട്ടിയത്, അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ
ചെയ്തു, അതൊന്നും എന്നാ ആരും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് സുധീഷും കരയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിയുമ്പോൾ നികേഷിനോട് ആ ബാഗിങ് തരാൻ പറയുമ്പോൾ ഇല്ല, ഞാൻ ഏട്ടത്തിയെ വിട്ടു പോകുന്നില്ല, ഏട്ടത്തി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ എവിടേക്കെങ്കിലും പോകും, എന്നാലും ഏട്ടത്തി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ നികേഷേ, എവിടേക്കാണോ ഞാൻ പോകാൻ തീരുമാനിച്ചത് അവിടേക്ക് തന്നെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറിയിട്ട് ഞാനങ്ങ് പോകും, നീ ഇനി തിരികെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നികേഷിനെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു വിടുകയുണ്ടോ. നികേഷും കണ്ണ് നിറഞ്ഞ് അങ്ങനെ പോവുകയാണ്. തിരിഞ്ഞ് നിധിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും നിധിയുടെ മനസ്സിൽ ആകെ വല്ലാത്തൊരു വിങ്ങലാണ്. തൻ്റെ കൂടെപ്പിറപ്പുകളെ പോലെയായിരുന്നു നിധി എല്ലാവരും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ യാത്ര പറയുമ്പോൾ നിധിക്ക് വല്ലാത്ത പ്രയാസമായിരിക്കും കേട്ടോ. അങ്ങനെ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം നികേഷും അതുപോലെ തന്നെ ഭാസ്കരനും എല്ലാവരും കൂടെ സുധീഷിനെ ആക്രമിക്കാൻ കേട്ടോ. അതായത് വാക്കുകൾ കൊണ്ട് സുധീഷിനെ പറയുമ്പോൾ സുധീഷും അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് കേട്ടോ. അല്ലെങ്കിലും ഞാനാണല്ലോ എല്ലാത്തിനും കുറ്റക്കാരൻ, ഞാൻ മാത്രം പട്ടിയെ പോലെ പണിയെടുത്താൽ മതിയല്ലോ, ആരും എൻ്റെ മനസ്സാരും കാണുന്നില്ലല്ലോ, എൻ്റെ സ്നേഹം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളൂ ഞാൻ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്തത് എന്ന് പറഞ്ഞ് നിറക്കണ്ണുകളോടെ സുധീഷും അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയാണെങ്കിൽ നിധിയുടെ ഫ്രണ്ടായ ദിവ്യനെ വിളിക്കാനുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദിവ്യ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ നിൻ്റെ വീട്ടിൽ വന്നോട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതെന്താടി ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് എന്താ പറ്റി എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, അത് പിന്നെ ഞാനും സുധീഷും ഡിവോഴ്സായി, ഞാനിപ്പോൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി, അത് തന്നെ, അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് നീ എനിക്ക് നിൻ്റെ വീട്ടിൽ നിന്ന് അഭയം തരുമോ, ഞാൻ എവിടെ പോകാനായി, നാളെ ഞാൻ വേറെ എവിടേക്കെങ്കിലും ഹോസ്റ്റലിലോ മറ്റോ റൂം എടുത്തോളാം എന്ന് പറയുമ്പോൾ ദിവ്യ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നത്, നീ വേഗം ഇങ്ങോട്ടേക്ക് വായോ, ഒരു ദിവസം എത്ര ദിവസം വേണം നിനക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ദിവ്യ നിധിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദിവ്യയുടെ വീട്ടിലേക്ക് നിധി പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ദിവ്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പറ്റിയത്, നീയും സുധീഷും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്ന ഒരാളായിട്ടാണല്ലോ ഞാൻ സുധീഷിനെ കണ്ടിരുന്നത്, ഇതെന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്, അതല്ല ഇതിനൊക്കെ ഇടയിൽ ഈ ഡിവോഴ്സ് എപ്പോൾ നടന്നു അതൊന്നും അറിഞ്ഞില്ലല്ലോ, അതൊക്കെ വലിയൊരു പ്രൊസീജിയർ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിധി നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദിവ്യ പറയുന്നത്, ചിലപ്പോൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും, നീ അങ്ങനെ ചിന്തിച്ചു നോക്ക്, സുധീഷിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കൂടി, പക്ഷേ ആള് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല നീ പറയുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ആ സുധീഷ് ആദ്യം എന്നെ കണ്ടപ്പോൾ മുതൽ ഓരോ കള്ളങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ ജീവിക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സായെങ്കിലും ഞാൻ ആ വീട്ടിൽ എല്ലാവരുടെയും അനിയത്തിക്കുട്ടിയായിട്ട് ജീവിക്കുമായിരുന്നു, പക്ഷേ സുധീഷിൻ്റെ ഓരോരോ കള്ളങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം കേൾക്കും തോറും എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, അതാ എല്ലാം അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ദിവ്യ പറഞ്ഞിട്ട്, നീ സമാധാനിക്കുക, നീ ഒന്ന് ആശ്വസിപ്പിക്കുക, നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, എന്നിട്ട് സമാധാനത്തോടുകൂടി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ നികേഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോൾ നികേഷാണ് വിളിക്കുന്നത്, ഞാൻ എവിടെ ചെന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് വിടാൻ കേട്ടോ. പിന്നെയും വിളിക്കാൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, നീ ഒന്ന് അറ്റൻഡ് ചെയ്യ്, അതിനുശേഷമുള്ള കാര്യങ്ങൾ പിന്നെയല്ലേ എന്ന് പറയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഏട്ടത്തിന്ന് വിളിക്കാൻ കേട്ടോ നികേഷ്. നികേഷ് എന്താ പറ്റിയേ, എന്തിനാ നീ കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഏട്ടത്തി സുധീഷിന് എന്ത് പറ്റി, അത് പിന്നെ ഏട്ടത്തി പറ എന്താ പറ്റിയത്, അത് പിന്നെ സുധീഷേട്ടന് ഒരു ആക്സിഡൻറ്റ് പറ്റി, സീരിയസ് ICUയില, ഇവിടെ ആരും ഏട്ടത്തെ വിളിച്ച് പറയണ്ടെന്നാ പറഞ്ഞത്, പക്ഷേ എനിക്ക് മനസ്സനുവദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറയാനിട്ടോ. ആണോ, അയ്യോ എന്താ പറ്റി, അതറിയില്ല, ഞാനും ഏട്ടത്തെ കൊണ്ടാക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ചെറിയൊരു വഴക്കുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് വീട്ടിൽ, അങ്ങനെ സുധീഷേട്ടൻ ഇറങ്ങിപ്പോയതാ, ഓവർ സ്പീഡ് കൊണ്ടും എന്തോ സംഭവിച്ചതാ, ഇപ്പോൾ ICUയില ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കാനിട്ടോ. അങ്ങനെ ഫോൺ വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ദിവ്യ പറഞ്ഞിട്ട്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നിധിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ സുഭാഷിനെ കണ്ടിട്ട് നിധി ഓടി വന്നിട്ട്, എന്താ സുഭാഷേട്ട എന്താ പറ്റിയ, സുധീഷിന് എന്താ പറ്റിയ എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത് പിന്നെ അവൻ്റെ ഡ്രൈവിങ്ങിനെ പറ്റി എല്ലാവരും വളരെ പുകഴ്ത്തി പറയും, അവനെല്ലാം ശ്രദ്ധിച്ച് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുള്ളൂ എന്നൊക്കെ, പക്ഷേ ഇന്ന് അവൻ്റെ കയ്യിൽ നിന്നും പാളിപ്പോയി, അവൻ്റെ മനസ്സ് അവൻ്റെ കൈവിട്ടു പോയില്ലേ, അതുകൊണ്ടായിരിക്കും, എന്ത് പറയാനാ, വീട്ടിൽ വെച്ച് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായി, അതിൻ്റെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാ, അങ്ങനെ എന്തോ സംഭവിച്ചത്, അല്ല മോളിതെങ്ങനെ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാനായിട്ടാ പറഞ്ഞത്, എനിക്ക് മനസ്സനുവദിച്ചില്ല ഏട്ടത്തിയോട് പറയാൻ, ഏട്ടത്തിയെ കണ്ടു കഴിയുമ്പോൾ ഏട്ടൻ്റെ പകുതി ഏട്ടന് ഭേദമാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ആർക്കെങ്കിലും കയറി കാണണമെങ്കിൽ കാണാം കേട്ടോ, ഇപ്പോൾ ചെറിയ രീതിക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്, നമുക്കൊന്നും പറയാറായിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്ന് മുമ്പേ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് സുധീഷിനെ കാണാൻ വേണ്ടി എല്ലാവരും കയറി പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് സുധീഷിനെ കണ്ടു കഴിയുമ്പോൾ അനിയന്മാർക്കും അതുപോലെ സുഭാഷിനും താങ്ങാനാവുന്നില്ല കേട്ടോ. സുധീഷിൻ്റെ ആ ഒരു കിടപ്പ് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നിധി അടുക്കിലേക്ക് വന്നിട്ട്, എന്താ സുധീഷ്
സുധീഷ് ഇത് എന്താ പറ്റിയത്, നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് തലയിൽ തടവുമ്പോൾ എനിക്ക് വേദനിക്കാതിരിക്കുമോ നിധി, തന്നെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ട് തനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. തന്നെ പോലെ ഒരു പെണ്ണ് എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്നറിയാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളഞ്ഞ ബുദ്ധികളൊക്കെ പ്രയോഗിച്ചത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. താൻ എന്നിൽ നിന്ന് വിട്ടുപോയെന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ മരിവെച്ചതാണ്. അതിൽക്കാൾ വലുതിനൊന്നും അല്ല ഇത് എന്നൊക്കെ പറയുമ്പോൾ നിധി പറഞ്ഞിട്ട് അതൊക്കെ വിട് സുധീഷ്, ഇപ്പം വേറെ കാര്യങ്ങൾ സംസാരിക്കുക. നീ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിനക്ക് നല്ല വേദനയുണ്ടോ, എന്ത് സംഭവിച്ചതാണ്, പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയോ, പാളിപ്പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, എൻ്റെ മനസ്സെൻ്റെ കൈവിട്ടുപോയി, അങ്ങനെ സംഭവിച്ചതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് നിധി അവിടെ അങ്ങനെ മാറിപ്പോയിരിക്കുകയാണ്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ. മോള് സുധീഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുള്ളൂ. കാരണം മോള് വന്നതിന് ശേഷം സുധീഷിന് ചെറിയൊരു ഉത്തരവാദിത്വവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അല്ലാതെ ഇങ്ങനെ കളിചിരിയായിട്ട് നടന്ന അവനെ ഇങ്ങനെ മാറ്റാൻ കഴിഞ്ഞത് മോളുടെ വരവ് കൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ കിളിക്കൂടിനാണെങ്കിലും ഒരനക്കം വെച്ചത് മോൾ വന്നതിന് ശേഷം. അതുകൊണ്ട് മോൾക്കൊന്ന് തിരുത്തി ചിന്തിച്ചുകൂടെ, മോളുടെ ഈ ഒരു തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ, ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, സുധീഷിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഈ ഏട്ടന് വേണ്ടിയിട്ട് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിധി നിൽക്കുകയാണേ. ഈ സമയത്ത് നികേഷും പറയുന്നുണ്ട്, ഏട്ടത്തി അത്രമാത്രം ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ഏട്ടത്തി പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ സുധീഷ് ഏട്ടൻ്റെ കാര്യം പറയേണ്ട കാര്യങ്ങൾ, ഏട്ടത്തി പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ ഏട്ടത്തിൻ്റെ കാല് പിടിക്കാം, ഏട്ടത്തി തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങളുടെ സുധീഷ് ഏട്ടൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ പറയാനുട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിധി പറയുന്നുണ്ട്, സുധീഷിന് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുധീഷിന് ഫ്രഷ് ജ്യൂസും എല്ലാം കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ കൊണ്ടുവന്നതല്ലാതെ അവൻ കുടിച്ചില്ല, അവൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങിതാ സുഭാഷ് ഏട്ടാ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ സുധീഷിനെ ചാരിക്കിടത്തി നിധി തന്നെ ആ ജ്യൂസ് പിടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. ഈ സമയത്ത് സുധീഷും അത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.